അപ്പം എല്ലാവർക്കും പെന്തക്കോസ്തായുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ അവിടുന്ന് ദാനമായി തരാതെ നമുക്കൊന്നും റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവാണ് കർത്താവ്, അല്ലേ? കർത്താവിൽ നിന്ന് റിസീവ് ചെയ്യാതെ ചെറുതും വലുതുമായ ഒരു കാര്യം പോലും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമുക്കില്ലാത്തതിനെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നിനും നമുക്ക് ഈ പെന്തക്കോസ്താ ദിനം പ്രത്യേകമായിട്ട് കർത്താവിനോട് നന്ദി പറയാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, ഈ പെന്തക്കോസ്താ ദിനത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മൾ ഒത്തിരി നന്മകൾ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തവരാണ്, അല്ലേ? ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നവരാണ്. നമ്മൾ പല അനുഗ്രഹങ്ങളും ചോദിച്ചു വാങ്ങിക്കുന്നവരുമാണ്, അല്ലേ? പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ആ സ്നേഹം തിരിച്ചു കൊടുക്കുന്നതിൽ അത്ര ശുഷ്കാന്തി ഇല്ലാത്തവരായി പോകും. നമ്മുടെ കുറ്റമല്ല, നമ്മുടെ മാനുഷികമായ ഒരു പ്രകൃതമനുസരിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്കൊരു ചെറിയ തീരുമാനം എടുക്കാം ഈശോയെ സന്തോഷിപ്പിക്കാൻ. വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു കുഞ്ഞു തീരുമാനം. ഈശോയെ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്, പക്ഷേ അത് ഒരു വ്യക്തിയോട് ക്ഷമിക്കാനുള്ളതായിരിക്കാം. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു വലിയ പരമപ്രധാനമായ കാര്യം എന്നാണ്, ഒത്തിരി പേർക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, ഈ ഇമോഷൻസ് വെച്ച് മാത്രം ഉള്ള ആ ഒരു പാത്തിലൂടെ അങ്ങ് പോകും. അതായത് വചനത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കുവോ, ആ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കും. ഹായ് എവ്രിവൺ. സോ ഇന്ന് പെന്തക്കോസ്താ ഞായറാണ്. അപ്പം ആദ്യം തന്നെ എല്ലാവർക്കും പെന്തക്കോസ്തായുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ കുറേ ആഴ്ചകളായിട്ട് നമ്മൾ ഈ പെന്തക്കോസ്താ ദിനത്തിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പല പരിശുദ്ധാത്മ അനുഭവങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു. അത് ഓരോ അനുഭവങ്ങളും ഞാൻ ബൈബിൾ പ്രകാരവും എങ്ങനെ ഡിസേൺ ചെയ്യാം എന്നൊക്കെ വളരെ ഡീറ്റെയിൽഡായിട്ട് പറയുകയായിരുന്നു. അപ്പോൾ ഇന്ന് പെന്തക്കോസ്താ ദിനം നിങ്ങൾക്കെല്ലാം വളരെ ഒരു അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എന്ന് ആദ്യം തന്നെ ആശംസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞായറാഴ്ച രാവിലെയാണ്, പെന്തക്കോസ്താ ദിനം രാവിലെയാണ്. സാധാരണ ഞാൻ ശനിയാഴ്ചയാണ് റെക്കോർഡ് ചെയ്യുന്നത്. പക്ഷേ പ്രത്യേക കാരണങ്ങളാൽ എനിക്ക് ഇന്നലെ ഒത്തിരി തിരക്കായിപ്പോയി. അപ്പം ഞാൻ ശരിക്കും റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് എനിക്ക് ഓഫീസിലൊരു കാര്യം പെട്ടെന്ന് അറ്റൻഡ് ചെയ്യേണ്ട വന്നതുകൊണ്ട് എനിക്ക് ഇന്നലെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞാനിന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ തന്നെ ആദ്യമേ ഇന്നത്തെ വീഡിയോ ഉച്ചയ്ക്ക് 12 മണിക്ക് നമ്മൾ റിലീസ് ചെയ്യുമല്ലോ, അതുകൊണ്ട് അത് ആദ്യമേ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ച് ഒരുങ്ങി റെക്കോർഡ് ചെയ്യുവാണ്. അപ്പം എല്ലാവർക്കും പെന്തക്കോസ്തായുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. അപ്പോൾ ഇതൊരു വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി, എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെയും പ്രത്യേകം ഓർക്കണം. ഈ മിനിസ്ട്രി ചെയ്യുന്നതിനും എല്ലാ കാര്യങ്ങളിലും കർത്താവ് ശക്തിപ്പെടുത്തുന്നതിനും ഒക്കെ ആയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ അവിടുന്ന് ദാനമായി തരാതെ നമുക്കൊന്നും റിസീവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവാണ് കർത്താവ്, അല്ലേ? കർത്താവിൽ നിന്ന് റിസീവ് ചെയ്യാതെ ചെറുതും വലുതുമായ ഒരു കാര്യം പോലും നമുക്ക് സ്വീകരിക്കാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ ഓർക്കും വളരെ ചെറിയൊരു കാര്യമായിരിക്കും. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും നമുക്കിപ്പോൾ എഴുന്നേറ്റ് ഇവിടുന്ന് അവിടെ വരെ നടക്കണമെങ്കിൽ പോലും അത് തന്നെ ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. അപ്പോൾ ചെറുതും വലുതുമായ എല്ലാ അനുഗ്രഹങ്ങളും ദാനങ്ങളും നമ്മൾ കർത്താവിൽ നിന്ന് സ്വീകരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ അനുഗ്രഹങ്ങളെയും ദാനങ്ങളെയും കുറിച്ച് നമുക്ക് ഓരോ നിമിഷവും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കാം. ചിലപ്പോഴൊക്കെ ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നമുക്കില്ലാത്തതിനെക്കുറിച്ചാണ് ഫോക്കസ് ചെയ്യുന്നത്, അല്ലേ? പക്ഷേ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പോൾ ആ അനുഗ്രഹങ്ങൾക്ക് ഓരോന്നിനും നമുക്ക് ഈ പെന്തക്കോസ്താ ദിനം പ്രത്യേകമായിട്ട് കർത്താവിനോട് നന്ദി പറയാം. ഓരോ അനുഗ്രഹങ്ങളെയും നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നൽകിയിരിക്കുന്ന ഓരോ വ്യക്തികളെയും സമർപ്പിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ച് നമുക്ക് ഈ പെന്തക്കോസ്താ ദിനത്തിനായിട്ട് ഒരുങ്ങാം. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന, ഈ പെന്തക്കോസ്താ ദിനത്തിൽ നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മൾ ഒത്തിരി നന്മകൾ ദൈവത്തിൽ നിന്ന് റിസീവ് ചെയ്തവരാണ്, അല്ലേ? ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്ന് സ്വീകരിക്കുന്നവരാണ്. നമ്മൾ പല അനുഗ്രഹങ്ങളും ചോദിച്ചു വാങ്ങിക്കുന്നവരുമാണ്, അല്ലേ? പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മൾ ആ സ്നേഹം തിരിച്ചു കൊടുക്കുന്നതിൽ അത്ര ശുഷ്കാന്തി ഇല്ലാത്തവരായി പോകും.
നമ്മുടെ കുറ്റമല്ല, നമ്മുടെ മാനുഷികമായ ഒരു പ്രകൃതമനുസരിച്ചാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം നമുക്കൊരു ചെറിയ തീരുമാനം എടുക്കാം ഈശോയെ സന്തോഷിപ്പിക്കാൻ. വലിയ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട, ഒരു കുഞ്ഞു തീരുമാനം. ഈശോയെ നിന്നോടുള്ള അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ തീരുമാനം എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട്, ഒരുപക്ഷെ അത് ഒരു വ്യക്തിയോട് ക്ഷമിക്കാനുള്ളതായിരിക്കാം. എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വ്യക്തിയോട് എനിക്ക് ക്ഷമിക്കാൻ സാധിക്കുന്നില്ല, പക്ഷേ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആ വ്യക്തിയോട് ക്ഷമിക്കാൻ നമുക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ചിലപ്പം നമ്മുടെ ചില പാപകരമായ പ്രവണതകളായിരിക്കാം, അല്ലെങ്കിൽ തിന്മ ചെയ്യുന്ന അവസ്ഥയായിരിക്കാം. അല്ലെ നമ്മൾ പറയല്ലേ അഡിക്ഷൻസ്, ഹാബിച്വൽ സിൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ആ പ്രവൃത്തി വഴി നമ്മൾ ഈശോയെ വേദനിപ്പിക്കുന്നുവെന്ന് നമ്മൾക്ക് തോന്നുന്നെങ്കിൽ ആ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കാനായിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം ഇന്നത്തെ പെന്തക്കോസ്ത് ദിനത്തിൽ. എന്നിട്ട് ഈശോയോട് പറയാം, ഈശോയെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ വ്യക്തിയോട് ക്ഷമിക്കുന്നു, അല്ലെ അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി ഞാൻ ഈ തിന്മ ഉപേക്ഷിക്കുന്നു. എന്നാൽ ചിലപ്പോൾ അത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കാം, ഒരുപക്ഷെ ക്ഷമിക്കാൻ സമയം എടുക്കുമായിരിക്കാം. എല്ലാം ദൈവത്തിൽ നിന്ന് എഗെയിൻ നമ്മൾ ഒരു റിസീവ് ചെയ്യുന്നതാണ്, അല്ലേ? അപ്പോൾ ആ ഗ്രേസ്, നമ്മുടെ ആത്മാർത്ഥമായ ആ തീരുമാനത്തിൻ്റെ മേൽ ദൈവം തൻ്റെ ഗ്രേസ് അയക്കും. അപ്പോൾ ആ ഒരു വിശ്വാസത്തോടുകൂടി നമുക്ക് ഇന്നത്തെ പെന്തക്കോസ്ത് ദിനം ഒരു തീരുമാനം എടുക്കാം. ഒത്തിരി ഒന്നും ചെയ്യേണ്ട, ഒരു തീരുമാനം, ഒരു കാര്യം. കർത്താവെ, ഇന്ന് ഞാൻ ഇത് ഉപേക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഈ വ്യക്തിയോട് ക്ഷമിക്കുന്നു. ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് നമുക്ക് നമ്മുടെ കർത്താവിനെ സന്തോഷിപ്പിക്കാം, അല്ലേ? നമുക്ക് വേണ്ടി ഒത്തിരിയേറെ കാര്യങ്ങൾ ചെയ്തു തന്നവനാണ് നമ്മുടെ കർത്താവ്, അല്ലേ? അപ്പോൾ ആ കർത്താവിനെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ ഒരു കർത്തവ്യമാണ്, അല്ലേ? അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പോൾ അവനോട് പറയാം, ഈശോയെ ഞാൻ അങ്ങ് ഒത്തിരി സ്നേഹിക്കുന്നു, എനിക്ക് നീ തന്ന എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അല്ലേ? അതാണ് നമ്മുടെ ഫസ്റ്റ് കമാൻഡ്മെൻറ്റും. ആ ഒരു ഫസ്റ്റ് കമാൻഡ്മെൻറ്റ് ആലോചിച്ചുകൊണ്ട് ദൈവത്തിന് ഉപരിയായി ഞാൻ എന്തിനെങ്കിലും വെച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ ദൈവത്തിനുപരിയായ വിഗ്രഹങ്ങളുണ്ടെങ്കിൽ, ഒരുപക്ഷെ എൻ്റെ സൗന്ദര്യത്തെക്കുറിച്ചുള്ള എൻ്റെ അമിതമായ ശ്രദ്ധയായിരിക്കാം, അല്ലെങ്കിൽ എൻ്റെ ധനത്തോടുള്ള അമിതമായ ആസക്തിയായിരിക്കാം, അല്ലെങ്കിൽ എനിക്ക് പവറിനോട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഉള്ള ശാരീരികമായ പ്രലോഭനങ്ങളായിരിക്കാം. എന്തിനെയാണോ നമ്മൾ ദൈവത്തെക്കാൾ ഉപരിയായി ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അല്ലേ? ചില ബന്ധങ്ങളായിരിക്കാം ദൈവത്തിനുപരിയായി നമ്മൾ വെച്ചിരിക്കുന്നത്, അല്ലേ? ആ ഒരു കാര്യത്തെ, ഒരേ ഒരു കാര്യത്തെ നമ്മൾക്ക് ഏറ്റവും കൂടുതലായി നമ്മൾ ഈശോയെ വിഷമിപ്പിക്കുന്നു എന്ന് തോന്നുന്ന ആ ഒരു കാര്യത്തെ ഉപേക്ഷിക്കാനുള്ള ഒരു തീരുമാനം ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി എടുക്കുക. അതാണ് ഇന്നത്തെ പെന്തക്കോസ്ത് ദിനം. ഞാനും കർത്താവിൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് എൻ്റെ ഈശോയെ എന്ന് പറഞ്ഞിട്ട് ഞാനും ഒരു തീരുമാനം എടുക്കാൻ പോവുകയാണ്. അപ്പം നമുക്ക് ആ കൃപ, നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണോ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്, അതിനുള്ള കൃപ നമുക്ക് ഓരോരുത്തർക്കും തരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ കഴിഞ്ഞ കുറേ ക്ലാസ്സുകളായിട്ട് എൻ്റെ ദൈവാനുഭവം വെച്ചുകൊണ്ടും വചനം വെച്ചുകൊണ്ടും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പല ക്ലാസ്സുകളെ ഞാൻ എടുത്തു. അപ്പോൾ അവസാനമായിട്ട് ഇന്നത്തെ ഒരു ക്ലാസ് ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു വലിയ പരമപ്രധാനമായ കാര്യം എന്നാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യമായിട്ട് ഞാൻ ചെറിയ രീതിയിൽ ഇത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായ ഓർമ്മ വരുന്നില്ല, ഒത്തിരി ക്ലാസ് എടുക്കുന്നത് കൊണ്ട് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ, പക്ഷേ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടില്ല. ചെറുതായിട്ട് എവിടെയെങ്കിലും പറഞ്ഞ പോലെ എനിക്കൊരു തോന്നലുണ്ട്. അപ്പം ഞാൻ പറയാൻ വന്നത്, ഞാൻ ശരിക്ക് പറഞ്ഞാൽ ഈശോയോടുള്ള ഒരു ഗാഢമായ ഒരു വ്യക്തിബന്ധം, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, ഒരു പേഴ്സണൽ ലവിങ് റിലേഷൻഷിപ്പ് എന്ന് നമ്മൾ പറയത്തില്ലേ, അങ്ങനെ വന്നത് എൻ്റെ ആദ്യത്തെ പരിശുദ്ധാത്മ അനുഭവത്തിന് ശേഷമാണ്. അപ്പം ദൈവം നമ്മളോടൊപ്പം ചരിക്കുന്നവനാണെന്നും നമ്മളുടെ ഓരോ ഹൃദയവിചാരങ്ങളെയും അറിയുന്നവനാണെന്നും അവൻ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടെന്നും ഒക്കെയുള്ളൊരു ഒരു ആഴമായ ബോധ്യം തരാനായിട്ട് എനിക്ക് ഓരോ പരിശുദ്ധാത്മ അനുഭവങ്ങളും എന്നെ ഒത്തിരിയേറെ സഹായിച്ചു. അതായത് കാണപ്പെടാത്ത ദൈവത്തെ കൺമുന്നിൽ കണ്ടതുപോലെ ജീവിക്കാനുള്ള ഒരു കൃപ ദൈവം നൽകി. അപ്പം ആ ഒരു സമയം തൊട്ടാണ് ഞാൻ കർത്താവിനോട് അത്രയേറെ ഒരു സ്നേഹത്തോടെ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണൽ ലവിങ് റിലേഷൻഷിപ്പ്. അതിനു മുമ്പ് ദൈവമാണ്, അല്ലേ? നമ്മളെല്ലാവരും സാധാരണ പള്ളിയിൽ പോകുന്നു, ദൈവവിശ്വാസമുള്ള കുടുംബത്തിൽ വളർന്നുകൊണ്ട് എനിക്ക് ഫെയ്ത്തിലൊന്നും ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു സ്ട്രഗിളും എൻ്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഒരു നിഷ്കളങ്കമായ ഫെയ്ത്ത് ചെറുപ്പം തൊട്ടേ എൻ്റെ പേരൻസിൽ നിന്ന് അവർ എനിക്ക് തന്നതുകൊണ്ട് അതെനിക്കുണ്ട്.
അപ്പം എങ്കിൽ പോലും ആ വ്യക്തിപരമായ ബന്ധമോ ദൈവം ഒന്നാമത്തെ പ്രയോറിറ്റിയോ ഒന്നുമല്ല. ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി അല്ലെ ഒന്നാമത്തെ സ്നേഹം എന്ന ഒരു രീതിയിലേക്ക് മാറാനായിട്ട് എന്നെ ഒത്തിരി സഹായിച്ചത് എൻ്റെ ഓരോ പരിശുദ്ധാത്മ അനുഭവങ്ങളായിരുന്നു. അപ്പം അതെനിക്ക് ഭയങ്കര, നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് നമ്മുടെ ഇമോഷൻസ് വെച്ചാണ് അല്ലേ. അപ്പം ഇമോഷൻസ് വെച്ചാണ് അതൊരു ദൈവിക ദാനമാണ് നമുക്ക് ദൈവം തന്നിരിക്കുന്ന മനുഷ്യർക്ക് ഇമോഷൻസ് അല്ലേ. അപ്പം ഞാൻ എൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് എൻ്റെ ഇമോഷൻസ് വെച്ചാണ്, അല്ലാതെ ബുദ്ധി കൊണ്ട് ആലോചിച്ച് ഇവൻ എൻ്റെ കുഞ്ഞാണ് അതുകൊണ്ട് അങ്ങനെയല്ലല്ലോ നമ്മളവനെ സ്നേഹിക്കുന്നത്, നമ്മുടെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നതും നമ്മുടെ ഇമോഷൻസ് വെച്ചാണ്, അല്ലെങ്കിൽ നമ്മുടെ വികാരങ്ങൾ വെച്ചാണ്. അപ്പം അത് ഏറ്റവും ആവശ്യമാണ്. പക്ഷേ അതുപോലെ തന്നെ തുല്യ പ്രാധാന്യം അർഹിക്കുന്നതാണ് നമുക്ക് സ്ക്രിപ്ചറുകളിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന, അതായത് ഇൻ്റലക്ച്വലിസം എന്ന് നമുക്ക് വേണേൽ പറയാം. ദൈവം നമുക്ക് ഓരോരുത്തർക്കും ബുദ്ധിയും തന്നിട്ടുണ്ട് അല്ലേ. നമുക്ക് തന്നിരിക്കുന്ന ഓരോ ഇമോഷൻസ് ഉണ്ട്. ഇമോഷണലിസവും ഇൻ്റലക്ച്വലിസവും എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. നമുക്ക് ഇമോഷൻസ് വെച്ച് ദൈവത്തെ സ്നേഹിക്കാം, നമ്മുടെ ഇൻ്റലക്റ്റ് വെച്ച് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാനും സാധിക്കും അല്ലേ. അപ്പം നമ്മൾ ഒത്തിരി പേർക്ക് വരുന്ന ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഈ ഇമോഷൻസ് വെച്ച് മാത്രം ഉള്ള ആ ഒരു പാത്തിലൂടെ അങ്ങ് പോകും. അതായത് വചനത്തിലേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ആഴത്തിൽ പഠിക്കുവോ, ആ ബൈബിളിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ആഴത്തിൽ മനസ്സിലാക്കാൻ ശ്രമിക്കുകയോ ചെയ്യാതിരിക്കും. പലർക്കും എനിക്ക് പറ്റിയൊരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ, നമുക്ക് ബൈബിൾ അറിയാൻ മേലെന്നല്ല, ഓവറോളൊക്കെ അറിയാം, എങ്കിൽ പോലും ഒരു ഡീപ്പായിട്ടുള്ള ഒരു അവഗാഹം അതിനെക്കുറിച്ച് ഇല്ല. അപ്പോൾ അതെനിക്കൊരു വലിയ പോരായ്മയായിട്ട് തോന്നി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഇമോഷൻസിനെയും വിഷൻസിനെയും ഒക്കെ മാത്രം റിലേ ചെയ്യുവാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഡിസേൺ ചെയ്യാൻ പറ്റത്തില്ല. ഡിസേൺമെൻറ്റിൻ്റെ ആവശ്യകത ഞാനൊരു പ്രത്യേക ഒരു ക്ലാസ് എടുത്തു. കാരണം പിശാച് വഞ്ചകനാണ്. അപ്പോൾ അവൻ ആരെ വഞ്ചിക്കേണ്ടു എന്ന് നോക്കി നടക്കുകയാണ്. സ്പിരിറ്റാണ് അവൻ, അതീവ ബുദ്ധിമാനുമാണ് അല്ലേ. അവന് മനുഷ്യനുള്ളത് ഞാൻ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, മനുഷ്യർക്കുള്ളത് നാച്ചുറൽ കേപ്പബിലിറ്റി, ദൈവത്തിനാണ് സൂപ്പർ നാച്ചുറൽ അല്ലേ. പക്ഷേ പിശാചിന് സൂപ്പർ നാച്ചുറൽ കേപ്പബിലിറ്റി ഒന്നുമില്ല. സഭ പഠിപ്പിക്കുന്ന അവനുള്ളത് പ്രിട്ടർ നാച്ചുറൽ കേപ്പബിലിറ്റി, അതായത് മനുഷ്യനെക്കാട്ടിലും ഉയർന്ന ഒരു ഇൻ്റലക്റ്റ് അവനുണ്ട്, കൂടാതെ അവൻ സ്പിരിറ്റുമാണ്. അപ്പോൾ അവന് കൃത്യമായിട്ട് ബുദ്ധി ഉപയോഗിച്ച് ഓരോ മനുഷ്യരെയും അവരുടെ ചിന്തകളെയും ഇൻഫ്ലുവൻസ് ചെയ്യാനും മാനിപ്പുലേറ്റ് ചെയ്യാനും സാധിക്കും അല്ലേ. അപ്പം അവൻ ഏറ്റവും കൂടുതൽ സ്പിരിച്വാലിറ്റിയിൽ വരുന്ന മനുഷ്യരിൽ അയക്കുന്നത് ഭയമാണ്, അല്ലെങ്കിൽ തെറ്റായ പഠിപ്പിക്കലുകളാണ്, അല്ലെ തെറ്റായ ബോധ്യങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ എനിക്ക് കൃത്യമായ ഡിസേൺമെൻറ്റ് പവർ ഇല്ല എങ്കിൽ പല സമയങ്ങളിലും എനിക്ക് തെറ്റുപറ്റാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, വളരെയധികം പ്രാർത്ഥിക്കുന്ന ഒരു ഫാമിലി കേട്ടോ, വളരെ നല്ലൊരു ഫാമിലി. ഇപ്പം ഞാനൊരു ഇംഗ്ലീഷ് ധ്യാനം എടുക്കാൻ പോയപ്പോഴത്തേക്ക് അവർ ആ ധ്യാനം കൂടാൻ വന്നവരാണ്. അപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അവർ ഭയങ്കര ഫാമിലിയായിട്ട് ഭയങ്കര അസ്വസ്ഥരാണ്. അവർ ഡെയിലി പള്ളിയിൽ പോകുന്നവരാണ്, മാസ് കൂടുന്നവരാണ്. അപ്പം അവർ വളരെ കാത്തലിക് ആയിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്നിട്ട് വന്ന് പറയുവാണ്, അവരുടെ തന്നെ റിലേറ്റീവ് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്, കത്തോലിക്കരെല്ലാവരും വിഗ്രഹാരാധകരാണ്, നിങ്ങൾ ഐഡൽ വർഷിപ്പ് ചെയ്യുന്നു, നിങ്ങൾ പരിശുദ്ധ മാതാവിനെ ആരാധിക്കുന്നു, നിങ്ങൾ ഐഡൽ വർഷിപ്പ് ചെയ്യുന്നു, മാതാവിനെ ആരാധിക്കുന്നു, ഇങ്ങനെ കുറച്ച് 3-4 പരിശുദ്ധ കുർബാനയിൽ ഒന്നും പോകേണ്ട ആവശ്യമില്ല, അതൊക്കെ തെറ്റാണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ, കുറേ പഠിപ്പിക്കലുകൾ അവർ പറയുന്നു. അപ്പോൾ ഇവർക്ക് ഭയങ്കര അസ്വസ്ഥത, ഇവർക്കതിനൊന്നും ഒരു ആൻസർ പറയാനില്ല. കാരണം അവർ ബൈബിളിലെ ചില ഭാഗങ്ങൾ കോട്ട് ചെയ്താണ് പറയുന്നത്. അപ്പം ഞാൻ ഒരു സഭാവിഭാഗത്തെയും കുറ്റപ്പെടുത്തിയോ ഒന്നുമല്ല സംസാരിക്കുന്നത് കേട്ടോ. ഞാൻ കാത്തലിക്കാണ്, എൻ്റെ വിശ്വാസം എന്താണെന്ന് ജസ്റ്റ് പറയുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് അങ്ങനെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നത് ഐക്യത്തിൻ്റെ ആത്മാവാണ്, ഒരു ഡിവിഷനും ദൈവം ആഗ്രഹിക്കുന്നില്ല കേട്ടോ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. അപ്പം നമ്മൾക്ക് ഇങ്ങനെ പോകുമ്പോൾ നല്ല ഭക്തിയോടുകൂടി കുർബാന സ്വീകരിച്ച് പോയിക്കൊണ്ടിരുന്നവർ പെട്ടെന്ന് അവർക്ക് അസ്വസ്ഥത തോന്നുന്നു, കുർബാനയ്ക്ക് പോകണമോ, കൺഫെഷൻ ആവശ്യമാണോ, നമ്മൾ ഐഡൽ വർഷിപ്പല്ലേ ചെയ്യുന്നത്, മദർ മേരിയോട് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ, ഇങ്ങനെ കുറേ സംശയങ്ങൾ വന്നിട്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല ഭയങ്കരമായ അസ്വസ്ഥതയും, ഭയങ്കരമായ അസ്വസ്ഥത. നന്നായി
ഫാമിലി ആയിട്ടേ അവർക്ക് ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ഞാൻ അവരോട് ഓരോ കാര്യങ്ങളെക്കുറിച്ചും വളരെ സമയമെടുത്തും, കൗൺസിലിങ്ങിന് വന്നപ്പോൾ വളരെ സമയമെടുത്തും ഡീപ്പായിട്ടും പറഞ്ഞു കൊടുത്തു. നമ്മൾ ചെയ്യുന്നത് ഐഡൽ വർഷിപ്പല്ല, നമ്മൾ പരിശുദ്ധ അമ്മയെ നമ്മൾ ആരാധിക്കുകയല്ല, ആരാധന ഒരിക്കലും വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല. ആരാധന നമ്മൾ ദൈവത്തിന് മാത്രമേ കൊടുക്കാവുള്ളൂ. ആ വർഷിപ്പ് എന്ന് പറയുന്നത് നമ്മൾ വേറെ ആർക്ക് കൊടുത്താലും അത് വിഗ്രഹാരാധന പോലെ തന്നെയാണ്. അപ്പം നമ്മുടെ സഭ പഠിപ്പിക്കുന്നത് ലാട്രിയ, ധൂലിയ, ഹൈപ്പർ ധൂലിയ. അപ്പം ലാട്രിയ എന്ന് പറയുന്നത് ദൈവത്തിന് മാത്രം നമ്മൾ കൊടുക്കുന്ന ആരാധനയാണ്, അത് മറ്റാർക്കും നമ്മൾ കൊടുക്കാൻ പാടില്ല. ധൂലിയ എന്ന് പറയുന്നത് ഒരു വെനറേഷനാണ്, അല്ലെ ഒരു റെസ്പെക്റ്റാണ്, അല്ലേ? ദൈവത്തിൻ്റെ കമാൻഡ്മെൻറ്റ്സ് അനുസരിച്ച് ഭൂമിയിൽ ജീവിച്ച വിശുദ്ധരായ മനുഷ്യരോട് നമുക്കുള്ള ഒരു റെസ്പെക്റ്റാണ് ധൂലിയ എന്ന് പറയുന്നത്, അല്ലേ? അവരൊരു റോൾ മോഡലാണ്. അവരാണ് നമ്മളെ കാണിച്ചു തന്നത് യഥാർത്ഥത്തിൽ എങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കണം, എങ്ങനെ ഒരു വിശുദ്ധമായ ജീവിതം നയിക്കണം എന്ന് നമ്മളെ കാണിച്ചു തന്നവരാണ് പരിശുദ്ധർ, അല്ലേ? അവർക്ക് കൊടുക്കുന്നതാണ് ധൂലിയ. ഹൈപ്പർ ധൂലിയ ഇസ് ദ ഹയസ്റ്റ് ഫോം ഓഫ് വെനറേഷൻ, അല്ലേ? മലയാള വേർഡ് എനിക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഹൈപ്പർ ധൂലിയ എന്ന് പറഞ്ഞാൽ അത് പരിശുദ്ധ അമ്മയ്ക്ക് മാത്രം കൊടുക്കുന്ന ഒരു വെനറേഷനാണ്, അല്ലെ? ഒരു റെസ്പെക്റ്റാണ്. അപ്പോൾ ധൂലിയ വിശുദ്ധർക്ക്, ഹൈപ്പർ ധൂലിയ ഒന്നും കൂടെ ഒരു പടി കൂടെ ഉയർന്ന വെനറേഷൻ, അല്ലേ? അത് പരിശുദ്ധ അമ്മയ്ക്ക് കൊടുക്കുന്നതാണ്. അമ്മ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അമ്മ എന്ന യുണീക്ക് പൊസിഷന് അർഹയാണ്. ഗബ്രിയേൽ മാലാഖ ഈശോ ജനിക്കുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു, ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്, അല്ലേ? ഫുൾ ഓഫ് ഗ്രേസ് ആയിരുന്നു. ഈശോ ജനിച്ചു കഴിഞ്ഞ അമ്മപ്പോഴല്ല, അതിനു മുമ്പ് തന്നെ ഫുൾ ഓഫ് ഗ്രേസ് എന്ന് മാലാഖ അഭിസംബോധന ചെയ്ത ആളാണ്, അല്ലേ? ഹെയിൽ മേരി ഫുൾ ഓഫ് ഗ്രേസ്. അത് നമ്മൾ ഏറ്റുപറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പം അമ്മയോട് അമ്മയെ ഒരിക്കലും നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് ആരാധിക്കുകയല്ല, നമ്മൾ അമ്മയെ ബഹുമാനിക്കുകയും അമ്മയോട് പ്രാർത്ഥന, ഇൻ്റർസെസറി പ്രെയർ മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതൊരിക്കലും അത് നമ്മൾ ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ കൃത്യമായിട്ട് എന്താണ് സഭ പഠിപ്പിക്കുന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ അവരുടെ മനസ്സിന് ഉണ്ടായിരുന്ന ഒരു ഒരു ക്ലൗഡി ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റിൽ നിന്ന് പെട്ടെന്ന് അവർക്ക് അതിൽ നിന്ന് വെളിയിൽ വരാൻ സാധിച്ചു. അപ്പം ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ ചുമ്മാ ഒരു എക്സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ. പല പഠിപ്പിക്കലുകൾ ലോകത്തിലുണ്ട്, പല തരത്തിലുള്ള പഠിപ്പിക്കലുകളുണ്ട്. പക്ഷെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം, കൃത്യമായി വിവേചിച്ചറിയണം ഏതാണ് ശരിയായ പഠിപ്പിക്കൽ, ഏതാണ് തെറ്റായ പഠിപ്പിക്കൽ. സഭയ്ക്കുള്ളിലും ഉണ്ട്, സഭയുടെ വെളിയിലും ഉണ്ട്, അല്ലേ? ഹെററ്റിക് ടീച്ചിങ് സഭയുടെ ഉള്ളിൽ ആദ്യകാലം തൊട്ടുള്ളതാണ്, അല്ലേ? അത് ഉള്ളിലും ഉണ്ട്, വെളിയിലും ഉണ്ട്. അപ്പോൾ എനിക്ക് കൃത്യമായ ധാരണ ഇല്ല എങ്കിൽ ഒരാൾ പറയുന്നത് കേൾക്കുമ്പോൾ അത് ശരിയാണെന്ന് തോന്നാം. ഭയങ്കര കൺവിൻസിങ് ആയിട്ടാണ് ആർഗ്യുമെൻറ്റ്സ് അവരെല്ലാവരും ഇടുന്നത്, അല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, വളരെ ബുദ്ധിമാനായ ഒരു മനുഷ്യൻ, നമ്മുടെ ബുദ്ധിയുടെ ലെവലിനെക്കാട്ടിലും കൂടുതൽ ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ അയാൾക്ക് വളരെ കൺവിൻസിങ് ആയിട്ട് ആർഗ്യുമെൻറ്റ്സ് ഇട്ടിട്ട് ഒരു തെറ്റ് ശരിയാണെന്ന് സ്ഥാപിക്കാൻ വളരെ ഈസിയാണ്, മനസ്സിലായോ? അപ്പം പക്ഷെ നമ്മൾ തെറ്റ് ശരിയാണെന്ന് സ്ഥാപിച്ചാലും അത് ശരിയാകുന്നില്ല. തെറ്റെപ്പോഴും തെറ്റ് തന്നെയാണ്. ഞാൻ പറയുന്ന പോലെ കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പം കർത്താവ് എന്ത് പറയുന്നോ അത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ. ദാറ്റ് ഈസ് ദ ട്രൂത്ത്, അല്ലേ? ഞാൻ എന്നെക്കുറിച്ച് എത്ര വലിയ ആളാണെന്ന് ഭാവിച്ചാലും, അല്ലെങ്കിൽ എത്ര വലിയ വിവരം എനിക്ക് അല്ലെങ്കിൽ ജ്ഞാനം എനിക്കുണ്ടെന്ന് ഞാൻ ഭാവിച്ചാലും, എക്സ്പ്രസ് ചെയ്താലും, അവസാന ദിവസം ഞാൻ കർത്താവിൻ്റെ ആ ത്രോണിന് മുമ്പിൽ നിൽക്കുമ്പോൾ അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന് പറയാനുള്ളൊരു പോസിബിലിറ്റി, അല്ലെ അത് കേൾക്കാനൊരു പോസിബിലിറ്റി ഉണ്ട്. ആരോടാ പറഞ്ഞത്? കർത്താവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും ചെയ്ത് പിശാചുക്കളെ വരെ ബഹിഷ്കരിച്ചവരോട് കർത്താവ് പറയുന്നു, അനീതി പ്രവർത്തിക്കുന്നവരെ ഞാൻ നിങ്ങളെ ഒരു നാളും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട്. അപ്പം ഞാനൊരു കാര്യം എത്ര ബുദ്ധിപൂർവ്വവും ഇത് ശരിയാണെന്ന് പറയുകയോ, ഞാൻ ചിലപ്പോൾ ഒരുപക്ഷെ അത് ശരിയാണെന്ന് പൂർണ്ണമായിട്ടും ഉറച്ച് വിശ്വസിക്കുന്നുമുണ്ടായിരിക്കാം, എങ്കിൽ പോലും കർത്താവ് പറയുന്ന ശരി മാത്രമേ അവസാന ദിവസം ശരിയാകത്തുള്ളൂ. സോ വാട്ട് ഐ എം സേയിങ് ഈസ്, ട്രൂത്ത് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എത്ര ഫോൾസ്ഹുഡിനെ ട്രൂത്ത് എന്നൊരു 10 പ്രാവശ്യം പറഞ്ഞാൽ ആൾക്കാർക്ക് തോന്നും ഫോൾസ്ഹുഡ് ട്രൂത്താണ്. പക്ഷെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ട്രൂത്ത് മാത്രമേ നിലനിൽക്കത്തുള്ളൂ, അല്ലേ? അപ്പം കൃത്യമായ ധാരണയില്ലെങ്കിൽ ബുദ്ധിയുള്ള ആൾക്കാർക്ക് അല്ലെങ്കിൽ ഒരു വഞ്ചന ഉള്ള ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഒരു തെറ്റിനെ ശരിയെന്ന് ഈസി ആയിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ ആർഗ്യുമെൻറ്റ്സ് ഒക്കെ അവർക്ക് നമ്മുടെ അടുത്ത് തരാം.
അപ്പം നമ്മൾ അത്രയും അവഗാഹം ഇല്ലാത്തവരാണെങ്കിൽ, അല്ലെങ്കിൽ അത്ര സൂക്ഷ്മമായി ദൈവപുത്രനെക്കുറിച്ച് പഠിക്കാത്തവരാണെങ്കിൽ നമുക്ക് തോന്നാം അയ്യോ അത് ശരിയായിരുന്നു. മനസ്സിലായോ? അപ്പം എന്താണെന്ന് വെച്ചാൽ പിശാച് എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. 100% ഒരിക്കലും അവൻ കള്ളം പറയത്തില്ല. അവൻ നുണയരുടെ പിതാവുമാണ് എന്ന് ബൈബിൾ സാക്ഷ്യപ്പെടുത്തുന്നു. പക്ഷേ ഒരിക്കലും അവൻ 100% നുണ പറയത്തില്ല. 100% നുണ പറഞ്ഞാൽ അവനറിയാം അത് എളുപ്പം നമുക്ക് മനസ്സിലാവുന്നു. സോ വാട്ട് ഹീ വിൽ ഡു ഇസ്, ഒരു 95% സത്യം പറഞ്ഞിട്ട് 5% നുണ, അല്ലെങ്കിൽ 98%, 2% നുണയും പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മളെ അത് ശരിയാണെന്ന് മനസ്സിലാക്കിയിട്ട് ഫൈനലി ഓരോന്ന് പറഞ്ഞ് നമ്മളെ സത്യത്തിൽ നിന്ന് അകറ്റിക്കളയും. അല്ലേ? ഹവ്വ വീണ് പോയത് എനിക്ക് തോന്നുന്നില്ല ഒരു ദിവസം കൊണ്ടാണെന്ന്. പല പ്രാവശ്യം ആ മരത്തിൻ്റെ അടുത്ത് പോയായിരിക്കും, പല പ്രാവശ്യം പല ചോദ്യങ്ങൾ പിശാച് അവളോട് ചോദിച്ചായിരിക്കാം. അല്ലേ? പല പ്രാവശ്യം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ വീഴ്ത്തിയത്. മനസ്സിലായോ? അപ്പം ആ ഒരു രീതിയിലാണ് പിശാച് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ വഞ്ചന മനസ്സിലാക്കണം. കാരണം നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പടവെട്ടുന്നത്. അല്ലേ? പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിലെ അധിപന്മാർക്കും തിന്മയുടെ ഇടയിൽ വിരിക്കുന്ന ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നതെന്ന് എഫേഷ്യൻസ് 6 നമ്മൾ വായിക്കുന്നത്. അല്ലേ? എഫേസ്യസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ. അപ്പം നമ്മളെപ്പോഴും പിശാചാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. അല്ലേ? അപ്പോൾ പിശാച് ഒരു വഞ്ചന നിറഞ്ഞ ആത്മാവാണ്. അപ്പം നമ്മൾ ഏത് പഠിപ്പിക്കലുകളെയും സൂക്ഷ്മതയോടെ ഡിസേൺ ചെയ്യാനുള്ള ഒരു കഴിവും നമ്മൾ നേടിയെടുക്കണം. അല്ലെങ്കിൽ നമ്മളും പോയി പയ്യെ ആ ഒരു ചതിക്കുഴിയിൽ പെട്ടിട്ട് യഥാർത്ഥ സത്യത്തിൽ നിന്ന് നമ്മൾ നീങ്ങിപ്പോകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇമോഷണലിസം മാത്രമാകരുത്, ഒരു ഇൻ്റലക്ച്വലിസം. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ബാലൻസ് വേണം. ഞാൻ എല്ലാ സത്യവും അറിയാൻ പോയിട്ട് എല്ലാം എനിക്കറിയാമെങ്കിലും ദൈവത്തോട് എനിക്കൊരു ആത്മബന്ധമില്ലെങ്കിൽ അത് മീനിങ്ലെസ്. അല്ലേ? അപ്പോൾ രണ്ടും വേണം. ഇമോഷൻസ് വെച്ചാണ് ഞാൻ എൻ്റെ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത്. അല്ലേ? ഇമോഷൻസ് വെച്ചാണ് ഞാൻ അവനോട് പറയുന്നത് ക്രിസ്തുവെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നല്ലേ. പക്ഷേ എൻ്റെ ഇൻ്റലക്ച്വലിസവും അതിലൊരു നല്ല റോള് പ്ലേ ചെയ്യുന്നുണ്ട്. അത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. പല ഭാഗങ്ങളിലും ഞാൻ അത് പഠിച്ചിട്ടുണ്ട്. എനിക്ക് എബ്രായരുടെ പുസ്തകം വായിച്ചപ്പോൾ ഞാൻ 1-2 സ്ഥലത്തേത് പറയാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, നമ്മൾ നന്മ തിന്മകളെ വിവേചിച്ചറിയാനുള്ള ഒരു മെച്യൂരിറ്റിയിലേക്ക്, അല്ലെങ്കിൽ ഒരു പക്വതയിലേക്ക് നമ്മൾ പക്വതയാർന്ന മനുഷ്യരായി തീരണം. അതായത് നമ്മൾ ശിശുവായി തുടരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല. അതായത് എല്ലാവരും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് വരണമെന്നാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് എല്ലാവരും ബൈബിൾ തന്നിരിക്കുന്നത്, സ്ക്രിപ്ചർ തന്നിരിക്കുന്നത്. ദൈവം പ്രവാചകരെയും ഉപദേഷ്ടാക്കളെയും പുരോഹിതരെയും ഒക്കെ അയച്ചിരിക്കുന്ന ഒരു പർപ്പസിന് വേണ്ടിയാണ്. അല്ലേ? അപ്പം എല്ലാം അത് പഠിക്കണ്ടായിരുന്നെങ്കിൽ ദൈവം അത് തരേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലേ? അപ്പോൾ അത് നമ്മൾ ആ ക്രിസ്തുവിനെക്കുറിച്ചുള്ള പൂർണ്ണമായ ജ്ഞാനത്തിലേക്ക് വളരണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു. അപ്പം ഞാൻ 1-2 എക്സാമ്പിൾ പറയാം. ഞാൻ ഇപ്പോൾ പറഞ്ഞ പോയിന്റ് വെച്ചിട്ട് ബൈബിളിൽ ഞാൻ കണ്ട സ്ഥലങ്ങളിൽ. അതായത് എബ്രായരുടെ പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 11 തൊട്ട് 14 വരെ നോക്കുക കേട്ടോ. ഇതേക്കുറിച്ച് ഇനിയും ധാരാളം ഞങ്ങൾക്ക് പറയാനുണ്ട്. നിങ്ങൾ ഗ്രഹിക്കുന്നതിൽ പിന്നോക്കമായതുകൊണ്ട് അതെല്ലാം വിശദീകരിക്കുക വിഷമമാണ്. ഇതിനകം നിങ്ങളെല്ലാവരും പ്രബോധകരാകേണ്ടിയിരിക്കുന്നവരാണ്. പക്ഷേ ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പോലും നിങ്ങളെ വീണ്ടും പഠിപ്പിക്കാൻ ഒരാൾ ആവശ്യമായിരിക്കുന്നു. നിങ്ങൾക്ക് പാലാണ് ആവശ്യം, കട്ടിയുള്ള ഭക്ഷണമല്ല. പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ്. അല്ലേ? ആണെങ്കിലുള്ള കുഴപ്പമാണ്. പാല് കുടിച്ച് ജീവിക്കുന്നവൻ നീതിയുടെ വചനം വിവേചിക്കാൻ വൈദഗ്ധ്യമില്ലാത്തവനാണ്. എന്തെന്നാൽ അവൻ ശിശുവാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. കറക്റ്റ് അല്ലേ? അപ്പം അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ വിവേചിച്ചറിയാൻ കഴിവുള്ളവരാണ്. മനസ്സിലായോ? വിവേചനാശക്തി, ആ ഡിസേൺമെൻറ്റ് അതാർക്കാണ്? നമ്മൾ ശിശുവായിരുന്നാൽ നമുക്കത് കിട്ടത്തില്ല. അല്ലേ? അപ്പം നമ്മളൊരു പക്വതയാർന്ന മനുഷ്യരാകണമെന്ന് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. കട്ടിയുള്ള ഭക്ഷണം പക്വത വന്നവർക്കുള്ളതാണ്. അവർ തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ, അതായത് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധിശക്തിയെ, നമ്മുടെ ടാലൻസ് എല്ലാം ഉപയോഗിച്ച് അതിനെ നമ്മൾ പരിശീലിപ്പിക്കണം. അല്ലേ? ഞാൻ എപ്പോഴും പിള്ളേരോട് പറയും, നിങ്ങൾ പഠിക്കാതെ എങ്ങനെയാണ് മാത്സ് പഠിക്കാതെ മാത്സ് അറിയത്തില്ല, സയൻസ് പഠിക്കാതെ സയൻസ് അറിയത്തില്ല, ദൈവവചനം പഠിക്കാതെ ദൈവത്തെക്കുറിച്ചുള്ള പരിപൂർണമായ ജ്ഞാനവും നമുക്ക് കിട്ടത്തില്ല. അല്ലേ? അപ്പം തങ്ങളുടെ ശക്തിവിശേഷങ്ങളുടെ പരിശീലനത്താൽ നന്മ തിന്മകളെ തിരിച്ചറിയുവാൻ കഴിവുള്ളവരാണ്. അല്ലേ?
അപ്പോൾ ആ നന്മ തിന്മകളെ തിരിച്ചറിയാൻ കഴിവുള്ളവരായ പക്വതയാർന്ന മനുഷ്യരായി നമ്മൾ മാറണമെന്നും ദൈവത്തെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിൽ എല്ലാവരും വളരണമെന്നും ക്രിസ്തു അതിയായി ആഗ്രഹിക്കുന്നു കേട്ടോ. അപ്പം അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് ഈ അവസാന കാലത്ത് ഒത്തിരിയേറെ പഠിപ്പിക്കലുകൾ, ഒത്തിരിയേറെ വ്യാഖ്യാനങ്ങളൊക്കെ ഉള്ള സമയത്ത് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ ഞാൻ ഇത് സെയിം തന്നെ ഞാൻ വായിക്കാം. ഒരു കാര്യം ഒരിടത്ത് എഴുതിയിരിക്കുന്നത് എഫേഷ്യൻസ് 4:13 തൊട്ട്. അത് നേരത്തെ 7 തൊട്ട് വായിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞാനിപ്പോൾ 13 തൊട്ട് വായിക്കാം. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. നാം ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കൾ ആകരുത്. പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ കേട്ടോ. അപ്പം വഞ്ചനാത്മാക്കളുണ്ട്. ഞാൻ പറഞ്ഞ പോലെ മനുഷ്യരെന്ന് വിചാരിക്കേണ്ട, അവരിലൂടെ പ്രവർത്തിക്കുന്ന തിന്മയുടെ അരൂപിയാണ് സാത്താൻ. മനുഷ്യൻ ഇനിമേൽ തെറ്റിൻ്റെ വഞ്ചനയിൽപ്പെടുത്താൻ മനുഷ്യർ കൗശലപൂർവ്വം നൽകുന്ന വക്രതയാർന്ന ഉപദേശങ്ങളുടെ, തെറ്റായ ഉപദേശങ്ങളുടെ കാറ്റിൽ ആടി ഉലയുകയും തൂത്തെറിയപ്പെടുകയും ചെയ്യുന്ന ശിശുക്കളാകരുത്. അപ്പം നമ്മൾ ശിശുവായിരുന്നാൽ എന്താ കുഴപ്പം? നമുക്കിതിനെക്കുറിച്ചൊന്നും ജ്ഞാനം ഇല്ലെങ്കിൽ ഇത് കേൾക്കും. ആ ഫാമിലി അവരത് കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര കൺഫ്യൂഷനായി അല്ലേ. ഒരു ശിശു എന്താ, ശിശുവിനോട് ആരെന്ത് പറയുന്നോ അവൻ ശരിയാണെന്ന് വിചാരിക്കും അല്ലേ, നിഷ്കളങ്കനാണ്. അപ്പോൾ അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് പ്രാവുകളെ പോലെ നിഷ്കളങ്കരും പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും ആയിരിക്കണം എന്നല്ലേ. അപ്പം ആ ശിശു സ്വഭാവമാണ്. ഇങ്ങോട്ട് ചാടുന്നു, ഒരു ആർഗ്യുമെൻ്റ് കേട്ടപ്പോൾ ഇത് ശരിയാന്ന് വെച്ച് അങ്ങോട്ട് ചാടി അല്ലേ. അപ്പം ഇപ്പുറത്തെ ആർഗ്യുമെൻ്റ് ഇത് കേട്ടെന്ന് ശരിയാന്ന് നോക്കിയപ്പോൾ ഇങ്ങോട്ട് മാറി. അതായത് സ്വന്തമായ ഒരു സ്റ്റാൻഡില്ല. കാരണം എന്താ, ഇത് ശരിയാന്ന് തോന്നും അങ്ങോട്ട് പോകും, ഇവിടെ ഒരെണ്ണം കേൾക്കുമ്പോൾ ഇത് ശരിയാന്ന് തോന്നും ഇങ്ങോട്ട് വരും. അപ്പോൾ ആ ഒരു ചാഞ്ചാട്ടം അല്ലേ. അപ്പോൾ ആ ഒരു സ്വഭാവം മാറി നമ്മളൊരു പക്വതയാർന്ന മനുഷ്യരാകണമെങ്കിൽ നമുക്ക് കൃത്യമായ അറിവ് ഉണ്ടായിരിക്കണം. അപ്പം എന്നാൽ മാത്രമേ ഏത് പഠിപ്പിക്കലാണ് ശരി, ഏതാണ് തെറ്റ്, ഇതിലെ തെറ്റെന്താണ്, ശരി എന്താണ് കറക്റ്റായിട്ടുള്ളത് എന്നൊക്കെ നമുക്ക് ഒരു വിവേചനാശക്തി കിട്ടത്തുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ് അതെല്ലാം. എങ്കിൽ പോലും അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് അത് പഠിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നി. കാരണം ഞാൻ ഒത്തിരി പേരുടെ എക്സ്പീരിയൻസ് ചെയ്തതാണ്. എനിക്ക് പലപ്പോഴും പലതും കേട്ടപ്പോൾ കൺഫ്യൂഷൻ വന്നു. പക്ഷേ എൻ്റെ അറിവില്ലായ്മ കൊണ്ടാണ്. പിന്നെ എനിക്കത് ശരിയായ കാര്യം ബൈബിൾ വായിച്ച് മനസ്സിലാക്കിയപ്പോൾ അത് ശരിയല്ല, അതിലെ ആ മിസ്റ്റേക്കും മനസ്സിലായോ. അപ്പോൾ അത് നമ്മൾ ഈ പെന്തക്കോസ്താ ദിനം അങ്ങനെ ഒരു തീരുമാനവും കൂടെ എടുക്കാം. അപ്പം ഞാനിങ്ങനെ ഇന്നലെ ആലോചിക്കുമായിരുന്നു എന്തൊക്കെയാണ് ഇനി എടുക്കേണ്ട ക്ലാസ്. അപ്പോൾ ഇത്രയും നാൾ ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളാണ് പറഞ്ഞത്. എങ്കിൽ പോലും നമ്മൾ ഒരു പക്വതയാർന്ന മനുഷ്യരാകണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു കാര്യമാണ് യാക്കോബ് കണ്ട ഗോവണി അല്ലേ. യാക്കോബ് കണ്ട ഗോവണിക്ക് ഒത്തിരി പടികളുണ്ടായിരുന്നു അല്ലേ. ഓരോ പടിയും നമ്മൾ കയറി പോകണം അല്ലേ. അപ്പോൾ നമ്മൾ ഇന്നായിരിക്കുന്നതിലും ഒരു ബെറ്റർ പേഴ്സൺ ആയിരിക്കണം നാളെ. ഇന്നുള്ളതിനെക്കാട്ടിൽ കൂടുതൽ ജ്ഞാനം ഉണ്ടായിരിക്കണം നമുക്ക് നാളെ അല്ലേ. അപ്പം നമ്മൾ കൂടുതൽ ബൈബിൾ പഠിക്കുക. അപ്പം കുറച്ച് ടോപ്പിക്സ് പഠിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി ക്ലാരിറ്റി കിട്ടും കേട്ടോ. അപ്പം ഞാൻ കുറേ ടോപ്പിക്കുകൾ ഞാൻ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ പോയി. ഞാൻ ഇന്നലെ ആലോചിച്ചപ്പോൾ കുറേ ടോപ്പിക്കുകൾ എനിക്ക് എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം അത് ഞാൻ ആലോചിക്കുന്നത് ഞാൻ പഠിച്ച രീതിയിൽ സിമ്പിളായിട്ട് അതങ്ങ് ഓരോ ക്ലാസ് ആയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം പലരും ചോദിക്കുന്നു, എന്നോട് തന്നെ കമൻറ്റിൽ പലരും ചോദിച്ചു, കത്തോലിക്കർ വിഗ്രഹാരാധകരാണോ? അപ്പോൾ എന്താണ് വിഗ്രഹാരാധന? കത്തോലിക്കർ വിഗ്രഹാരാധകരാണോ? അതൊരു ചോദ്യം. പരിശുദ്ധ അമ്മയെ നമ്മൾ പൂജിക്കുന്നു, കൺഫെഷൻ ആവശ്യമാണോ? പരിശുദ്ധ കുർബാനയിൽ യഥാർത്ഥത്തിൽ ട്രാൻസ്സബ്സ്റ്റാൻഷിയേഷൻ നടക്കുന്നു. അതായത് ആ അപ്പവും വീഞ്ഞും യഥാർത്ഥത്തിൽ ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി രൂപാന്തരപ്പെടുന്നു. പലർക്കും ഉള്ള കൺഫ്യൂഷൻസ് ആണ്, അല്ലെങ്കിൽ പലരും ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അല്ലേ. പിന്നെ ക്രിസ്തു ആരാണ്?
പൗരോഹിത്യം എന്താണ്, നിത്യപുരോഹിതനായ ക്രിസ്തു അല്ലേ. എബ്രായരുടെ പുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ അതിലെ സെൻട്രൽ തീം എന്ന് പറയുന്നത് തന്നെ ഇറ്റേണൽ പ്രീസ്റ്റ്ഹുഡ് ഓഫ് ക്രൈസ്റ്റ് അല്ലേ, ക്രൈസ്റ്റ് ദ ഇറ്റേണൽ പ്രീസ്റ്റ്, അതാണ് സെൻട്രൽ തീം. അപ്പം മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനായ ക്രിസ്തു. അപ്പോൾ പൗരോഹിത്യം എന്താണ്, ക്രിസ്തു സ്ഥാപിച്ച പൗരോഹിത്യം എന്താണ്, പുരോഹിതരാരാണ്, എന്തിനാണ് സഭയിൽ സന്യാസിനിമാർ അല്ലെ കന്യാസ്ത്രീകൾ എന്തിനാണ്, പിന്നെ ക്രിസ്തു എന്തിനാണ് മനുഷ്യാവതാരം ചെയ്ത് ഭൂമിയിലേക്ക് വന്നത്, നമുക്കൊക്കെ അറിയാം. എങ്കിലും അത് ഒരു ഭയങ്കര ഡെപ്തിൽ എബ്രായരുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. അപ്പം അതൊക്കെ പഠിക്കുമ്പം നമ്മൾക്ക് ശരിക്കും ക്രിസ്തു ആരാന്നുള്ള ഒരു ജ്ഞാനം അങ്ങോട്ട് നിറഞ്ഞിട്ട് ക്രിസ്തുവേ നമ്മൾ വിളിച്ചു പോകും. ആ സ്നേഹത്തിൻ്റെ ആഴവും അത് നമുക്ക് ഒട്ടും അളക്കാൻ പറ്റത്തില്ല. എങ്കിൽ പോലും ഈ പഠനമൊക്കെ നമ്മളെ ഒരു പരിധി വരെ അതിനെ ഹെൽപ്പ് ചെയ്യും. അപ്പം അങ്ങനെ കുറേ ടോപ്പിക്കുകൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അപ്പോൾ ഇങ്ങനെ കുറേ അധികം ടോപ്പിക്കുകളെക്കുറിച്ച് കുറച്ച് ചെറിയ ക്ലാസ്സുകൾ എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മൾ കുറേ പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ പരിശുദ്ധാത്മാവും നമുക്ക് ജ്ഞാനം തരുമ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു കാര്യം കേൾക്കുമ്പോൾ ഇത് ശരിയാണോ ഇത് തെറ്റാണോ എന്നുള്ള കൃത്യമായ വിവേചനം നമുക്ക് ലഭിക്കും. അതായത് നമ്മൾ ഒരു വികാരത്തിൻ്റെ ചിലയിടത്തൊക്കെ ചില സമയത്ത് പലരും പറയുന്നതാണ് ഒരു വികാര പ്രകടനമാണ് നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ട്. അപ്പം വികാര പ്രകടനത്തിൽ കുഴപ്പമില്ല, പക്ഷെ അത് വികാര പ്രകടനം മാത്രമാകരുത്, മനസ്സിലായോ? അതേസമയം ബുദ്ധിയുടെ ഒരു തണുത്ത ഒരു ഇത് മാത്രമാകരുത് നമുക്ക് ക്രിസ്തുവിനോടുള്ള ആരാധന എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു വികാരവും ബുദ്ധിയും കൂടെ സംയോജിക്കുന്ന ഒരു സന്തുലിതാവസ്ഥ ക്രിയേറ്റ് ചെയ്യുന്ന ഒന്നായിരിക്കണം യഥാർത്ഥമായ ദൈവിക ആരാധന എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം പലരും കുറ്റപ്പെടുത്താനുള്ളൊരു റീസൺ ഇതാണ്, കൂടുതൽ ഒത്തിരി ഇമോഷണലിസത്തിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മനുഷ്യരുടെ ഇമോഷൻസിനെയാണ് നമ്മൾ ഒത്തിരി കേറ്റർ ചെയ്യുന്നത് എന്നൊരു രീതിയിലൊക്കെ ആൾക്കാർ ഓരോ കുറ്റപ്പെടുത്തലുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ചിലപ്പോഴൊക്കെ അതൊരു ശരിയുമാണ് ഒരു പരിധി വരെ, എങ്കിൽ പോലും ഞാനതിനെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുന്നില്ല. കാരണം ഇമോഷനിൽ കൂടാണ് നമ്മൾ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നത് അല്ലേ. അപ്പം ഞാൻ എൻ്റെ ക്രിസ്തുവായിട്ടുള്ള ആത്മബന്ധം വളർത്തിയത് എൻ്റെ ഇമോഷൻസിൽ കൂടെ തന്നെയാണ്. അപ്പം പക്ഷേ അത് അവിടെ ഒതുങ്ങരുത്, നമ്മൾ അടുത്ത പടിയിലേക്ക് കയറണം. അപ്പോൾ ഇന്നത്തെ പെന്തക്കോസ്ത് ദിനം നമുക്ക് നമ്മളെ തന്നെ അതിനായിട്ട് കർത്താവിന് സമർപ്പിക്കാം കേട്ടോ. പ്രത്യേകമായിട്ട് ആ ഒരു കൃപയ്ക്കായിട്ട്, ആ ഒരു ജ്ഞാനത്തിനായിട്ട് കർത്താവെ അവിടുന്ന് ആയിരിക്കുന്നത് പോലെ. അതായത് എബ്രായരുടെ പുസ്തകത്തിൽ ഞാൻ വായിച്ചില്ലേ, ആ വായിച്ച ഭാഗത്ത് പറഞ്ഞില്ലേ, ക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു പരിപൂർണമായ ജ്ഞാനത്തിലേക്ക് അല്ലേ, ഒരു പരിപൂർണമായ ജ്ഞാനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ക്രിസ്തു എന്തിനാണ് മനുഷ്യനായി വന്നത്? എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഞാൻ കുഞ്ഞായിരുന്നപ്പോൾ തന്നെ എൻ്റെ കാറ്റഗിസം സാറിനോട് ചോദിച്ച ചോദ്യമാണ്, ക്രിസ്തു എന്തിനു വന്ന് കുരിശ് മരിച്ചു? അവൻ ദൈവമല്ലേ, ദൈവത്തിന് ക്ഷമിക്കാമായിരുന്നല്ലോ, എന്തിനത് ഏറ്റെടുത്തു? ഒരു കുഞ്ഞായിരുന്ന ഒരു മനസ്സിൽ വന്ന സംശയമാണ്. പക്ഷേ അതിന് കൃത്യമായ ആൻസർ എൻ്റെ കാറ്റഗിസം സാറ് തന്നു. അതുകൊണ്ട് എനിക്കതിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിരുന്നു ഞാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന ഒത്തിരിയേറെ ചോദ്യങ്ങൾക്കുള്ള ഒത്തിരി ഉത്തരങ്ങൾ അതിനെക്കുറിച്ചുള്ള ഒത്തിരി ക്ലാസ്സുകൾ മുമ്പോട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഏതെങ്കിലും പ്രത്യേക ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാൻ ക്ലാസ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ അതെല്ലാം നോട്ട് ചെയ്തിട്ട് എപ്പോഴെങ്കിലുമൊക്കെ എടുക്കുമ്പം ആ ഒരു ഫ്ലോയിൽ അതങ്ങ് എടുക്കുക. അപ്പം ഒരിക്കൽ കൂടി എല്ലാവർക്കും പെന്തക്കോസ്തായുടെ മംഗളങ്ങൾ ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരു അനുഗ്രഹിക്കപ്പെട്ട പെന്തക്കോസ്ത ദിനമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എനിക്ക് വേണ്ടിയും എൻ്റെ കുടുംബത്തിന് വേണ്ടിയും ഞങ്ങളുടെ മിനിസ്ട്രിക്ക് വേണ്ടിയും ഞങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം പ്രാർത്ഥിക്കുക. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.